ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് കടക്കുകയാണ്. 1:15 ഈ നിവേദ്യ സമർപ്പണം ഉണ്ടാവുക. അനന്തപുരിയുടെ എല്ലാ ഭാഗങ്ങളിലും ഈ രീതിയിൽ വലിയ തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. എവിടെ തിരിഞ്ഞു നോക്കിയാലും ഇവിടെയെല്ലാം ഈ പൊങ്കാലക്കലങ്ങൾ മാത്രമാണ്. എല്ലാ പൊങ്കാലക്കലങ്ങളിലും ഇപ്പോൾ നിവേദ്യച്ചോറ് തയ്യാറായിട്ടുണ്ട് എന്നും അറിയാൻ കഴിയുന്നു. ഇനി അത് ദേവിക്കുള്ള സമർപ്പണമാണ്. 1:15 ആ ചടങ്ങ് നടക്കുക. സ്മിത ഹരിദാസ് ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. സ്മിത, ഭക്തിസാന്ദ്രമാണ് അവിടെ ക്ഷേത്ര പരിസരവും ഒപ്പം മുഴുവൻ അനന്തപുരിയും എന്ന് പറയാം. എന്താണ് അവിടുത്തെ ഭക്തജനങ്ങൾക്ക് ഇപ്പോൾ പറയാനുള്ളത്? 1:15 ഈ നിവേദ്യ സമർപ്പണമാണ്. ഇപ്പോൾ ദേവിയെ കണ്ടു തൊഴാനുള്ള തിരക്ക് അത് വലിയ രീതിയിൽ അനുഭവപ്പെടുന്നു എന്ന് ദൃശ്യങ്ങളിൽ മനസ്സിലാവുന്നു. ഈ വലിയ നീണ്ട നിരയിൽ എല്ലാവരും ഇങ്ങനെ അക്ഷമരായി കാത്തിരിക്കുകയാണ് ഈ ദേവിയെ തൊഴാൻ. വിവരങ്ങൾ. യെസ്, അതെ പ്രജിനി, ഞാൻ അല്പസമയം കൂടിയുള്ളൂ പ്രസിദ്ധമായ നൈവേദ്യ സമർപ്പണത്തിന്. കൃത്യം 1:15 തന്നെ നൈവേദ്യ സമർപ്പണം ഉണ്ടാകും. അതും ശ്രീകോവിലിൽ നിന്ന് തന്നെയാണ് എത്തുക. ശാന്തി എത്തി അത് തീർത്ഥം തളിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാ ഭാഗങ്ങളിലുള്ള ഈ അടുപ്പ് പൊങ്കാല അവിടെ എല്ലാം തയ്യാറായിരിക്കുകയാണ്. അവിടെ നിവേദ്യം, അതിന് എല്ലാ തരത്തിലുള്ള പുഷ്പവൃഷ്ടി ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ അതിനായെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ നമുക്ക് ക്ഷേത്രം ട്രസ്റ്റിൻ്റെ ട്രഷറർ ഗീതാകുമാരി നമുക്കൊപ്പം ചേരുന്നുണ്ട്. നമ്മുടെ ഈ നിവേദ്യം സമർപ്പിക്കാൻ അല്പസമയം കൂടിയുള്ളൂ അല്ലേ? അതെ അതെ, അതിൻ്റെ ചടങ്ങ് അകത്തുനിന്ന് അമ്മയുടെ അവിടുന്ന് പുണ്യാകം എടുത്തുകൊണ്ട് വന്നിട്ട് തീർത്ഥം എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മുടെ ഈ പൊങ്കാല അടുപ്പിൽ ഇരിക്കുന്ന പൊങ്കാല സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതെ അതെ, തീർത്ഥാടനം അതൊരു വലിയൊരു ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം തന്നെയാണ്. ഒരു നിർവൃതിയുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇത്രയും ഭംഗിയായിട്ട് നമുക്ക് നടത്താൻ പറ്റി എന്നുള്ള ഒരിത് നമ്മുടെ ഭക്തരും എല്ലാം നമ്മുടെ കൂടെ നിന്നും നമ്മളുടെ ട്രസ്റ്റ് തന്നെയും നമ്മളെല്ലാവരും ഒത്തൊരുമയായിട്ട് കാര്യങ്ങളെല്ലാം നിന്നു. ഏറ്റവും അതിനകത്ത് നമ്മൾ എടുത്തു പറയേണ്ടത് നമ്മുടെ ഭക്തരായിട്ട് വന്ന് ഇവിടം തൊട്ട് താഴെ കന്യാകുമാരി തൊട്ട് കാസർഗോഡ് വരെയുള്ള എല്ലാ ജനങ്ങളും വന്നു. പുറമെ ഫോറിനേഴ്സ് ഒത്തിരി പേര് വന്നിട്ടുണ്ട്. അപ്പം തന്നെ ഒരു കാര്യം, ഇപ്പൊ ഈ കുത്തിയോട്ടത്തിനുള്ള കുട്ടികൾ ഇങ്ങനെ പോകുന്നുണ്ട്, അവരവിടെ കുളിച്ച് ഈറനണിഞ്ഞ് വരുന്ന കാഴ്ചയാണ് അല്ലേ? അപ്പൊ അതിനെ കുറിച്ച് കൂടെ ഒന്ന് പറയും. അത് നമ്മുടെ കുത്തിയോട്ടത്തിന്റെ കുട്ടികൾ നമ്മൾ നിർത്തുന്നത് സാധാരണ 3-ാമത്തെ ദിവസം തൊട്ടാണ് ഇവിടെ അവർ വ്രതം ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇന്നിപ്പം രാത്രിയിൽ 7:45 ചൂരൽ കുത്തി ആ ഒരു ചടങ്ങ്. അത് കഴിഞ്ഞിട്ട് അമ്മയെ അകമ്പടി സേവിക്കുന്ന ആ ഒരു പ്രക്രിയയാണുള്ളത്. ഇവിടുന്ന് ശാസ്താ ക്ഷേത്രം പോകുന്നു. അമ്മയുടെ സഹോദരൻ ആണ് ശാസ്താവ് പറയപ്പെടുന്നത്. അപ്പം ആ ഒരു സന്തോഷത്തോടെ ഈ കുഞ്ഞുങ്ങൾ അമ്മയുടെ ഭടന്മാരായിട്ട് അനുകരിച്ച് പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നാളെ രാവിലെ അവിടുത്തെ പൂജയെല്ലാം ഉൾക്കൊണ്ടിട്ട് അവരവിടുന്ന് തിരിച്ച് അമ്മയുടെ കൂടെ ഇവിടെ വന്നിട്ട് ചൂരലെടുത്തിട്ട് അവിടെ നമ്മുടെ വ്രതം കുട്ടികളുടെ തീരുകയാണ്. അപ്പം ഇത്രയും ദിവസത്തെ ഒരു അനുഭവം വെച്ചിട്ട് കുട്ടികൾ വലിയ കുഴപ്പമില്ല, എല്ലാവരും സന്തോഷമായിട്ട് തന്നെ പോകുന്നു എന്നാണ്. അപ്പോൾ അതാണ് പ്രജിൻ. ഇപ്പോൾ ഇവിടെ ഈ സമയത്താണ് നമ്മൾ കുത്തിയോട്ടത്തിനുള്ള കുട്ടികൾ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അവരെ തൊടാൻ പാടില്ല. അവർ വ്രതാനുഷ്ഠാനങ്ങളോടെയാണ് ഇവിടെ ക്ഷേത്രത്തിൽ അകത്ത് തന്നെയാണ് ഈ വ്രതമുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ കഴിയുന്നത്. അപ്പോൾ നാളത്തോടു കൂടിയാണ് ഇത് തീരുക അവരുടെ വ്രതവും. ഈ കുത്തിയോട്ടത്തിൻ്റെ എല്ലാ തരത്തിലുള്ള കുത്തിയോട്ടവുമായിട്ട് ബന്ധപ്പെട്ട് അവർ ചൂരൽ കുത്തുന്നു. എന്നിട്ട് നാളെയാണ് ആ ചൂരലെടുക്കുന്നത്. അമ്മയുടെ ദേവിയുടെ ഭടന്മാരാണ് ഇവർ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇത്രയും ദിവസം ആ കുട്ടികൾ ഇവിടെ കഴിയുന്നുണ്ട്. ഒപ്പം തന്നെ ഇനി അല്പസമയം കൂടെ, ഇപ്പോൾ 12:50 ആയിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്, നിവേദ്യത്തിന്റെ ചടങ്ങ്, അതിനുള്ള സമയമായിരിക്കുന്നു. അപ്പോൾ ഭക്തരെല്ലാവരും തന്നെ ദേവീ ദർശനത്തിനായി ക്യൂ നിൽക്കുന്നത് നമുക്ക് കാണാം, ആ കാഴ്ച കാണാം. അതോടൊപ്പം തന്നെ അക്ഷമരായി തന്നെ കാത്തു നിൽക്കുകയാണ്. പ്രജിൻ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടു കാണും, ചുട്ടുപൊള്ളുന്ന ചൂടാണ്. പക്ഷെ അതൊന്നും തന്നെ ഈ അവരുടെ ഭക്തിയെ, അല്ലെങ്കിൽ അവരിങ്ങോട്ട് ഇന്ന് വരുന്നു എന്നുള്ളത് അവരുടെ ഒരു ആത്മസമർപ്പണം കൂടിയാണ്. അതിൽ നിന്നൊന്നും ഒട്ടും വ്യതിചലിപ്പിക്കുന്നില്ല അവരെ. അതുകൊണ്ട് തന്നെ കനത്ത ചൂട്, കൊടും ചൂടെന്ന് പറഞ്ഞാൽ അത്രയും ചൂടാണ്. ധാരാളം വെള്ളം, ശുദ്ധജലം എല്ലാവർക്കും ഇങ്ങനെ അടിക്കടി വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. തലകറങ്ങി വീഴാതിരിക്കാൻ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരെയൊക്കെ ഉടൻ തന്നെ ആരോഗ്യ ചികിത്സയിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ എല്ലാ തരത്തിലുള്ള എമർജൻസി അടിയന്തര സഹായവും എത്തിച്ചു നൽകുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന ഈ നിവേദ്യ ചടങ്ങ് അതിന് തുടക്കമാകും. അതോടുകൂടി പ്രധാനപ്പെട്ട ആ ഒരു ചടങ്ങ്, നിവേദ്യ സമർപ്പണം, പൊങ്കാല സമർപ്പണം, നിവേദ്യം എന്നുള്ള ആ ചടങ്ങിലേക്ക് നമ്മൾ പോകും.
തീർച്ചയായിട്ടും സ്മിത, ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ എന്താണ് ക്ഷമയോടെ കാത്തിരിക്കുകയാണ് ആ നിരയിൽ ഒരുപാട് സ്ത്രീകൾ. അവർക്ക് അമ്മയെ കണ്ട് നേരിട്ട് അവരുടെ സങ്കടങ്ങൾ പറയാനുള്ള സമയം കൂടിയാണ്, അതിനായുള്ള കാത്തിരിപ്പാണ്. ഒപ്പം തന്നെ 1:15 ഈ നിവേദ്യ സമർപ്പണം ആവുമ്പോഴാണ് ഈ ചടങ്ങുകൾക്ക് ഒരു പരിസമാപ്തി ഉണ്ടാവുക. അനുജ കൂടി ചേരുന്നുണ്ട് പുതിയ വിവരങ്ങളുമായി. അനുജ, ഇപ്പോൾ ഉള്ളത് എവിടെയാണ്? ഇനിയിപ്പോൾ കേവലം മിനിറ്റുകൾ മാത്രമാണ് ഈ നിവേദ്യ സമർപ്പണത്തിനായി ഉള്ളത്. ഈ അമ്മയെ തൊഴാനുള്ള ഭക്തരുടെ ഒരു നീണ്ട നിര അത് ഇപ്പോഴും കാണുന്നുമുണ്ട്. വിവരങ്ങൾ. അതെ പ്രജിൻ, ഇപ്പോഴും നമുക്ക് നീണ്ട നിര കാണുന്നുണ്ട്. ഇവരൊക്കെ പൊങ്കാല ഇട്ട് കഴിഞ്ഞ് അമ്മയെ കാണാൻ വരുന്ന ആളുകളാണ്. നേരത്തെ പലർക്കും ആ ദർശന പുണ്യം ലഭിക്കാതെ പലരും മടങ്ങിപ്പോകുന്നത് നമ്മൾ കണ്ടു. കാരണം കുറച്ച് സമയത്തേക്ക് ദർശനം നിർത്തിവെച്ചിരുന്നു. ഇപ്പോൾ അത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും എത്തിയിരിക്കുന്നു. ഇവരൊക്കെ പൊങ്കാല ഇട്ട് കഴിഞ്ഞ് വരുന്നവരാണ്. ഇനിയിപ്പോൾ നടക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചടങ്ങാണ്. പൊങ്കാലയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട നിവേദ്യം എന്ന ചടങ്ങ്. അത് അർപ്പിക്കുകയാണ്. നിവേദ്യം ദേവിക്ക് സമർപ്പിക്കുന്നത് 1:15 കൃത്യം ആ സമയം, ആ മുഹൂർത്തം നോക്കിയാണ് ആ ചടങ്ങ് നടക്കുന്നത്. അത് തീർത്ഥം തളിച്ചുകൊണ്ടാണ് ആ ചടങ്ങ് നടക്കുന്നത്. അതായത് ദേവിക്ക് സമർപ്പിക്കുന്നു. അതോടെ ദേവി അത് സ്വീകരിച്ചു എന്നുള്ളതാണ് വിശ്വാസം. തങ്ങളുടെ ദുഃഖങ്ങളെല്ലാം ദേവിക്ക് മുന്നിൽ വച്ചുകൊണ്ട് മടങ്ങുന്നു എന്നതാണ്. അങ്ങനെ ഒരു വർഷക്കാലം അവർ കാത്തിരുന്നു. ആ പുണ്യം അത് നേടി അടുത്ത വർഷത്തെ കാത്തിരിപ്പ്. അങ്ങനെ ഇതാണ് എപ്പോഴും പൊങ്കാലയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1:15 കാത്തിരിപ്പിലാണ്. ഇനിയിപ്പോൾ ഇപ്പം തന്നെ കുത്തിയോട്ട ബാലന്മാർ ഇങ്ങോട്ടേക്ക് എത്തും. അവരും ദേവിയെ കണ്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങാൻ എത്തുന്നവരാണ്. അവർ വലിയ വ്രതമൊക്കെ എടുത്താണ് ആ കുട്ടികൾ ഇത് കുത്തിയോട്ടം നടത്തുന്നത്. ഇന്ന് വൈകിട്ട് ചൂരൽക്കുത്ത് ഉണ്ടാകും. കൂടാതെ ഇന്ന് മുഴുവൻ ദേവിയുടെ നട ഇവിടെ തുറന്നിരിക്കും. ഇന്ന് വെളുപ്പിന് 4 മണിക്ക് തുറന്ന നടയാണ്. ഇടയ്ക്കിടയ്ക്ക് ദീപാരാധനയുണ്ട്. ഇടയ്ക്ക് ചില സമയത്ത് നേരത്തെ പണ്ടാരിയടുപ്പിൽ തീ കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ദർശനം ഉണ്ടായിരുന്നില്ല. അത് ഒഴിച്ചു നിർത്തിയാൽ പൂർണ്ണമായും ഇന്ന് ദേവിയുടെ നട ഭക്തർക്കായി തുറന്നു കിടക്കും. നാളെ ഇന്ന് രാത്രി മണക്കാട് ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലേക്ക് ദേവിയുടെ എഴുന്നള്ളത്തുണ്ട്. നാളെ രാവിലെ തിരിച്ചെഴുന്നള്ളത്ത്. അത് കഴിഞ്ഞ് രാത്രിയാകുമ്പോഴേക്കും കാപ്പ് അഴിക്കുക, ഗുരുതി, അത് വെളുപ്പിന് 1 മണി. അതോടെയാണ് പൊങ്കാല ഉത്സവത്തിന് സമാപനമാകുന്നത്. അതോടെ നട അടയ്ക്കുകയാണ്. അങ്ങനെ 10 ദിവസത്തെ ഉത്സവത്തിനും സമാപനമാകും. ഇത്തവണത്തെ പൊങ്കാലയും അതോടെ അവസാനിക്കും. ഇനിയിപ്പം നിവേദ്യം എന്നുള്ളത് പുഷ്പവൃഷ്ടിയുണ്ട് ഇത്തവണ. നേരത്തെ അത് ഉണ്ടാകില്ല എന്ന് ഒരിക്കൽ അങ്ങനെ ഒരു വാർത്തയുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അത് ഉണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത്. പുഷ്പവൃഷ്ടി ഉണ്ടാകും. നിവേദ്യം അർപ്പിക്കുന്ന സമയത്തുള്ള പുഷ്പവൃഷ്ടി ചടങ്ങുകൾ മിനിറ്റുകൾ മാത്രമാണ് ബാക്കി.